ദിസ് വൺ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തെറ്റിച്ച കാര്യങ്ങളുണ്ടോ? 19th one, carbon dioxide is transparent to terrestrial radiation and opaque to incoming അല്ലെങ്കിൽ ഇൻസൊലേഷൻ. തിരിച്ചല്ലേ നമ്മൾ പഠിക്കുന്നതല്ലേ? അല്ലെങ്കിൽ സൂര്യപ്രകാശം ഇങ്ങോട്ട് വരൂ. ഒപ്പെക് ടു ഇൻസൊലേഷൻ ആണെങ്കിൽ ഇറ്റ് ഇസ് ട്രാൻസ്പെറൻറ്റ് ടു ഇൻസൊലേഷൻ ആൻഡ് ഒപ്പെക് ടു terrestrial radiation. Okay. That is why carbon dioxide is called greenhouse gas. Higher concentration, this is very important. നമ്മൾ എപ്പോഴും കരുതുന്നതിന് ഓപ്പോസിറ്റ് ആണ്. ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ഡസ്റ്റ് എവിടെയാ? സബ് ട്രോപ്പിക്കൽ, ഇക്വേറ്ററിലാണോ? സബ് ട്രോപ്പിക്കൽ റീജിയൻസിൽ. വൈ? ബിക്കോസ് ഓഫ് ഡ്രൈ വിൻഡ്സ്. ഓക്കെ. അതുപോലെ തന്നെ മോർ ഇൻസുലേഷൻ എവിടെയാ? ഇക്വേറ്ററിലാണോ ട്രോപ്പിക്സിലാണോ? ട്രോപ്പിക്സിൽ, ബിക്കോസ് ഓഫ് സ്ലാൻഡിങ് റേസ് ഓഫ് ദ സൺ. ഈ ഒരു ഐഡിയ ഒക്കെ നമുക്ക് ഉണ്ടാവണം. ഓക്കെ. ആൻഡ് ഹയർ കോണ്ടസ്റ്റ് പാർട്ടിക്കിൾ ഈസ് ഫൗണ്ട് ഇൻ, ദിസ് ഈസ് റോങ്. കോൾഡസ്റ്റ്, ഈ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ക്രാക്ക് ചെയ്യാം നമുക്ക്? തേർഡ് സ്റ്റേറ്റ്മെന്റ് വിതൗട്ട് നോളജ്. കോൾഡസ്റ്റ് റീജിയൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് മെസോപോസ്. നിങ്ങളോട് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ആ ഒരു ചെറിയ ഡയഗ്രാം വരച്ച് കാണിച്ചില്ലേ? ട്രോപ്പോസ്ഫിയർ, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ട്രോപ്പോസ്ഫിയർ? ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഹൈറ്റ്. സ്ട്രാറ്റോസ്ഫിയർ ഇൻക്രീസസ്, മെസോസ്ഫിയർ ഡിക്രീസസ്. അപ്പോൾ മെസോപോസിൽ എത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നല്ല തണുപ്പായിരിക്കും. സോ ദാറ്റ് ഈസ് ദ കോൾഡസ്റ്റ് റീജിയൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഓൾവേസ് റിമെമ്പർ. ഓക്കെ. ദെൻ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മേജർ ക്ലൈമാറ്റിക് ഈവൻറ്റ്സ് ടേക്ക് പ്ലേസ് ഇൻ സ്ട്രാറ്റോസ്ഫിയർ. ഹൗ മെനി ഓഫ് യു ടേക്ക് ഇറ്റ് ആസ് കറക്റ്റ്? ആരെങ്കിലും ഉണ്ടോ? എവിടെ ഈ ക്ലൈമാറ്റിക് ഈവൻറ്റ്സ് ഒക്കെ നടക്കുക? ട്രോപ്പോസ്ഫിയർ. പ്ലെയിൻ ഒക്കെ ഇതിലേ പോകുന്നത്? വൈ? ദിസ് ഇസ് ദ റീസൺ. അവിടെ എന്താ? ക്ലൈമറ്റ് സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? തെറ്റിച്ചോ? ആണോ? എന്ത് പറ്റി? സ്ട്രാറ്റോസ്ഫിയർ ആണെന്ന് വിചാരിച്ചോ? എന്തുകൊണ്ട്? ചുമ്മാ. ഓക്കെ ശരി, മനസ്സിലാക്കിയോണേ. നമ്മുടെ ക്ലൈമറ്റിക് ഈവൻറ്റ്സ് എല്ലാം എവിടെയാണ് വരുന്നത്? ട്രോപ്പോസ്ഫിയറിൽ. ഇങ്ങനെയൊക്കെ ഇതൊക്കെ പഠിക്കുന്ന കേട്ടോ. നോ വറീസ്. ഓക്കെ, ക്ലിയർ? So what is the answer? 19. Is A. ഇങ്ങനെ വരുമ്പോൾ ഒരു പുതിയൊരു ഗുണമുണ്ട്. എന്താ വെച്ചാൽ only 1, only 2, only 3, only 4. നിങ്ങൾ തെറ്റെന്ന്, നിങ്ങൾ ശരിയെന്ന് വിചാരിച്ചതായിരിക്കില്ല. മറ്റേ ഓക്കെ, അങ്ങനെ ഒരു ഇതിനകത്ത് അത്തരത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നടക്കില്ല. ഓക്കെ, ഒന്ന് വിശ്വസിക്കണ്ട, അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഓക്കെ ശരി. UPSC ഇപ്പോൾ കീ ഇടാൻ എളുപ്പമാണ്. എന്ത് ചെയ്യാം? only 2 എന്നിട്ട് അത് ഏതൊക്കെ ശരി നമ്മൾ പോയി കണ്ടുപിടിക്കണം. അതേട്ടാ ഞാൻ പറഞ്ഞ ഇക്വേറ്റർ റിസീവ്സ് കമ്പാരിറ്റീവ്ലി മോർ ഇൻസൊലേഷൻ ദാൻ ട്രോപ്പിക്സ്. ആണോ? ട്രോപ്പിക്സ് റിസീവ്സ് മോർ ഇൻസൊലേഷൻ ദാൻ എന്താണ്? ഇക്വേറ്റർ. യൂഷ്വലി ഫോർ ദ സെയിം ലാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് ഇതൊന്ന് ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ചേ. ഒരേ ലാറ്റിറ്റ്യൂഡിൽ ഇൻസൊലേഷൻ കൂടുതൽ ഓഷ്യനിലായിരിക്കും കോണ്ടിനെന്റിലായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ വാട്ട് ഈസ് ദ ആൻസർ? ഡി അല്ലേ? ഡോഗ്. നെയ്തർ 1 nor 2. ദിസ് വൺ, ഇത് ആക്ച്വലി ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ NCERT-യിൽ കൃത്യമായിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. വൈ ഇറ്റ് ഈസ് റോങ്? ഇൻ ജനുവരി ദ ഐസോതേർംസ് ഡീവിയേറ്റ്സ് ടു ദ സൗത്ത് ഓർ നോർത്ത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓക്കെ. പ്രസൻസ് ഓഫ് വാം. കാരണം ഇത് എന്തായാലും ഇതിന്റെ എക്സ്പ്ലനേഷൻ ആവില്ല. Presence of warm ocean current like Gulf Stream makes the northern Atlantic Ocean warmer and the isotherm went towards north. Okay. So the answer is ഇവിടെ എന്താ വരണ്ടേ? To the north over the ocean and to the south over the continent. അല്ലേ? Okay. Clear അല്ലേ? This one. Planetary winds. What are the different types of wind? Local winds, planetary winds. അല്ലേ? So first statement എന്താ? Is it right or wrong? 22nd question. So what are the planetary winds? ഏതൊക്കെയാ? Trade winds, westerlies, polar easterlies ഒക്കെയാണ് planetary winds എന്ന് പറയാം. And they constitute the general circulation of the atmosphere. That is right. Polar jet streams are the primary driving force behind the ocean currents. Absolutely wrong. Clear? So what is the answer? A. എന്തെങ്കിലും അപ്രോച്ച് ഉപയോഗിക്കാൻ പറ്റുമോ? തോന്നുന്നുണ്ടോ എന്തെങ്കിലും അപ്രോച്ച് ഉപയോഗിക്കാൻ പറ്റുമെന്ന്?
upper atmosphere ആണെന്ന് ഓർത്താൽ ഓക്കെ. ആൻഡ് ആൾസോ വട്ട് ഈസ് സെയിങ് ദ പ്രൈമറി ഡ്രൈവിംഗ് ഫോഴ്സ് ഓഷൻ, ആ ഒരു കണക്ഷൻ ഉപയോഗിക്കാം, അങ്ങനെയാണോ ഉപയോഗിച്ചത്? ഓക്കെ, ദാറ്റ്സ് ഗുഡ്. Why this question? Tell me. See, actually, ഇത് നമ്മൾ എഴുതുന്ന സമയത്ത് GS1 ആണല്ലോ മെയിൻസിൻ്റെ ആദ്യത്തെ. അപ്പം നമ്മൾ ആക്ച്വലി പോയിരുന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ട്വിസ്റ്റർ, എന്ത് പെട്ടെന്ന് നമുക്ക് കിട്ടൂല, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. മെയിൻസിന് നമ്മൾ അങ്ങനെ എന്താ ഈ റയർസ് അല്ലെങ്കിൽ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തത് ചോദിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാറില്ല. പ്രിലിംസിന് വരാം, എന്തും വരാം. മെയിൻസിന് പെട്ടെന്ന് ട്വിസ്റ്റർ, ഡെമോഗ്രാഫിക് വിൻഡർ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ സംഭവം നമ്മളൊന്ന് ആലോചിച്ചാൽ കിട്ടും. ഇതൊരു സിനിമ ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണെന്ന് അറിയും ഈ ക്വസ്റ്റ്യൻ വന്നെന്ന് അറിയില്ല, പക്ഷെ സിനിമ ഉണ്ട്, ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, അപ്പം അത് പറയാൻ കാരണം എന്താ? ഇറ്റ്സ് ആക്ച്വലി ടൊർണാഡോ. ട്വിസ്റ്റേഴ്സ് ഓൾസോ കോൾ ടൊർണാഡോ ഒക്വർ ഓൺ ഓൾ ദ കോണ്ടിനെന്റ്സ് ഓഫ് ദ എർത്ത്. ദേ ആർ ആസ്കിങ് യു വാട്ട് ആർ ദ കറക്റ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കണേ. സോ ദിസ് ഈസ് റൈറ്റ് ഓർ റോങ്? Twisters are severe locals to occur a small area for a short time. ഇടയ്ക്ക് നമ്മൾ യൂട്യൂബിൽ റീൽസ് കാണാറില്ല ഇങ്ങനെ പറഞ്ഞു വരുന്നത്. Twisters are characterized by spiraling ascending wind with very low pressure. Low pressure descending. Wrong. They are mostly associated with polar stratospheric clouds. No. അതെന്താ? Cumulonimbus ആണ് അല്ലേ? So what is the answer? They are associated with the cumulonimbus clouds. Okay. Answer is B. തെറ്റാ, ആരും കേട്ടിട്ടില്ല. ലീവ് ചെയ്ത് എത്ര പേരുണ്ട് ഈ ക്വസ്റ്റ്യൻ? ദാറ്റ്സ് ഇറ്റ്. അതാണ് ബെസ്റ്റ് സ്ട്രാറ്റജി. ആ ക്വസ്റ്റ്യൻ്റെ ബെസ്റ്റ് സ്ട്രാറ്റജി അതാണ്. ഓക്കെ, നൗ യു കം. ഇവിടെ ഒരു വേർഡ് ശ്രദ്ധിക്കണം ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. എന്താ, ഏത് വേർഡാ? Which of these factors directly, എന്നുവെച്ചാൽ ഡയറക്ട്ലി അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം, affect the deflection of wind due to Coriolis force. ഏതൊക്കെയാ? Wind velocity, angle of latitude and pressure gradient. ഓക്കെ, അതാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ഡിഫ്ലക്ഷൻ, കൊറിയോളിസ് ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഡയറക്ട്ലി. സോ 1, 3, 4. കൊറിയോളിസ് ഫോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാമല്ലോ. നോർത്തിൽ എന്ത് സംഭവിക്കുന്നു, സൗത്തിൽ എന്ത് സംഭവിക്കുന്നു. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയണം. 25 വാട്ട് ഈസ് ആൻസർ? അപ്രോച്ച് ഒന്നും ഇല്ല അവിടെ, സി ആണ്. 2 ശരിയാണ് കേട്ടോ. ഡ്യൂ ഓക്വേഴ്സ് ഡ്യൂറിംഗ് ലോങ് കോൾഡ് നൈറ്റ് വിത്ത് ക്ലിയർ സ്കൈസ്, കാം എയർ ആൻഡ് ഹൈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. Frost occurs a form of ice crystals when dew points is less than freezing point. അങ്ങനെയാണ് ഞാൻ അത് കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. Frost less than freezing point. ഓക്കെ, ഡ്യൂ ലെസ് ദാൻ ആണോ? ജസ്റ്റ് ഗ്രേറ്റർ ദാൻ ദ ഫ്രീസിംഗ് പോയിന്റ്, ഡ്യൂ. ഓക്കെ, സോ വാട്ട് ഈസ് യുവർ ആൻസർ? 25 എന്താണ്? സി. ബോത്ത് ആർ കറക്റ്റ്. കാസ്കേഡ് റേഞ്ച് എവിടെയാ അറിയോ? കാസ്കേഡ് റേഞ്ച് എവിടെ? ആർക്കും അറിയില്ല? ഇറ്റ്സ് ഇൻ വെസ്റ്റേൺ യു എസ് എ. സൈറ നെവാഡ കേട്ടിട്ടുണ്ടോ? ജസ്റ്റ് ഇടയ്ക്ക് ഈ മാപ്പ് ഉണ്ടല്ലോ, ജസ്റ്റ് നോക്കണം കേട്ടോ. ഇടയ്ക്ക് ഓരോ കോണ്ടിനെന്റിൽ ഏതൊക്കെ മൗണ്ടെയിൻ റേഞ്ചസ് ആണ്. നമുക്ക് സൗത്ത് അമേരിക്കയിൽ ആൻഡീസ് ഒക്കെ നമുക്ക് എപ്പോഴും അറിയാം, നോർത്ത് അമേരിക്കയിലുണ്ട് ഇതുപോലെ. അപ്പോൾ ഇത് പറയുന്നത് വെസ്റ്റേൺ സൈഡ് ഓഫ് ദ കാസ്കേഡ് റേഞ്ച്. നിങ്ങൾ ഇത് എളുപ്പമാണ് ആക്ച്വലി. വെസ്റ്റേൺ കാസ്കേഡ് റേഞ്ച് എവിടെയാണെന്ന് അറിയാമെങ്കിൽ ഇറ്റ്സ് ഈസി. കാരണം വെസ്റ്റേൺ സൈഡ് ആകുമ്പോഴത്തേക്കും എന്താണ്, ആ മൗണ്ടെയിൻ്റെ റെയിൻ ബിയറിംഗ് സൈഡ് ആണോ അതോ റെയിൻ ഷാഡോ റീജിയൻ ആണോ? വെസ്റ്റേൺ സൈഡ് റെയിൻ വരുന്ന സ്ഥലമല്ലേ. ഓക്കെ, സോ വെസ്റ്റേൺ സൈഡ് ഓഫ് ദ കാസ്കേഡ് റേഞ്ച് റിസീവ്സ് മോർ rainfall. Leeward side of the Cascade Mountain fall in the rain shadow region. അപ്രോച്ച് ഒന്നും ഇല്ല ആക്ച്വലി, വേൾഡ് ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് ചോദിക്കുന്നതാണ്. കോണ്ടിനെന്റിലുള്ള അത് നിങ്ങൾ പഠിക്കേണ്ട ഇതൊക്കെയാണ്. ജസ്റ്റ് എല്ലാ കോണ്ടിനെന്റിലും ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൗണ്ടെയിൻസും ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം. അതിൻ്റെ ലൊക്കേഷൻ എടുത്ത് നോക്ക് കറക്റ്റ്, കാസ്കേഡ് റേഞ്ച് എവിടെയാണെന്ന്. ആൻസർ ഈസ് ബി. ഇത് കണ്ടോണേ, ക്ലൗഡ് ബേസ്റ്റ്. ഇത് ഒരു വഴിയുണ്ട്. ഈ
ക്ലൗഡ്സിന്റെ ആൾട്ടിറ്റ്യൂഡിൽ സിറസ് ക്ലൗഡ് എവിടെയാണ്? ഹൈ ഓൾട്ടിറ്റ്യൂഡ് ക്ലൗഡ്സ് ആണ് എന്ത്? സിറസ് ക്ലൗഡ്സ്. അതറിയാമല്ലോ. ക്ലൗഡ് ബേസ്റ്റ് എന്താണ്? അത് തന്നെ. പൊതുവെ മഴ പെയ്യുന്നത് ഏത് 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 ക്ലൗഡിലാ? ക്യുമുലോ നിംബസ്. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ ഒന്ന് വായിച്ചേ. ക്ലൗഡ് ബേസ്റ്റ് ഒക്കേഴ്സ് വെൻ ടോൾ സിറസ് ക്ലൗഡ്സ്. നോ, ക്യുമുലോ നിംബസ് ക്ലൗഡ്സ്. ക്ലൗഡ് ബേസ്റ്റ് ഒരു റെക്കറിങ് കറണ്ട് അഫെയർ ആണ് കേട്ടോ. മെയിൻസിനുണ്ടായിരുന്നു ഇത്തവണ, ഉണ്ടായിരുന്നു തോന്നല്ലേ, ഓർമ്മയില്ല, മറന്നുപോയി. എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ദേ ആർ ഇൻറ്റൻസ് വെതർ ഈവൻ സി. ആക്ച്വലി ഇതൊരു ഫാക്റ്റ് ആണ്, പഠിച്ചു വെക്കുക. ദാറ്റ് ഈസ് എന്താണ്? ശരിയാണ്. 10 centimeters of rainfall occurs within 10 square millimeter with an hour. കേട്ടോ. Then cloud bursts are a common occurrence in Himalayan region. അതിൽ ഡൗട്ട് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇല്ല. Okay. That is an important current affair also. Okay.